ഈ കാണുന്ന സെറ്റാണ് HW ടോർക്ക്. ഇതിൽ വരുന്ന നൈസ് കാറാണ് ഒരു നമ്മുടെ പോണ്ടിയാക്കിന്റെ ഫയർബേർഡ് വി പ്രൈ. നിങ്ങൾ നോക്കൂ, എവിടെയെങ്കിലും കിറ്റിനാണ്ട് അപ്പാടെ നോക്കിക്കോ. ഓ ഗായ്സ്, കിറ്റി, നാഷണൽ കിറ്റി. ഹലോ ഗായ്സ്, ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ ആരപ്പാ? ബാർബി നാഷിന്റെ ഒപ്പം. നമ്മൾ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഹോട്ട് വീൽസ് കണ്ടേമാണ്. പക്ഷെ ഇത്തവണ നമ്മള് സ്കാൽപേസിന്റെ വാങ്ങാൻ പോകണം. നമുക്ക് സ്കാൽപേസിന്റെ നിന്ന് എത്ര രൂപയ്ക്ക് ഹോട്ട് വീൽസ് കിട്ടും നമുക്ക് നോക്കാം. അല്ല പക്ഷേ ഗതികെട്ട് സ്കാൽപേഴ്സിന്റെ വാങ്ങി റിവ്യൂ ഇടാൻ കൊടുക്കേണ്ട അവസ്ഥയായി നമുക്ക്. കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് റിവ്യൂ ചെയ്യാൻ മോഡൽസ് ഇല്ല. നമ്മുടെ അടുത്തൊക്കെ കേസിലാണെങ്കിലും അതിൽ പ്രൊഡക്റ്റ് ഉണ്ടായില്ല. പിന്നെ വെച്ചാൽ നമ്മൾ സെല് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സ്പെഷ്യലി മോഡൽസ് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ കുറെ തപ്പിട്ട് ഇപ്പൊ സ്കാൽപേസ് എനിക്ക് കുറച്ച് ഓഫർ ചെയ്തത്. അപ്പൊ അഫോർഡബിൾ ആയ റേറ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. നമ്മുടെ തമ്മിൽ പുഷ്പമാണോ? പുഷ്പരാജ് ഉണ്ട് കാഴ്ച ഞങ്ങളുടെ ഫ്രണ്ടില്. അപ്പൊ ഞങ്ങള് ഏതെങ്കിലും പോവാം. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മള് ടീ കടയ്ക്ക് പോവാണ്. അവിടെയാണ് നമ്മുടെ സ്കാൽപ്പർ വരെ നമുക്ക് മീറ്റ് ചെയ്യാം. അങ്ങനെ പറയാൻ പാടില്ല, പാവം എന്താ പറയാ, നമുക്ക് തരുന്നതാണ്, അവന് കിട്ടിയ റേറ്റ് തരുന്നതാണ്. നമുക്ക് അവിടെ പോയി നോക്കാം. ഞാൻ നാഷണൽ ടീ കടയ്ക്ക് എത്തിക്കണം. ഇവിടെ പാർക്കിംഗ് ഫുൾ ആയതുകൊണ്ട് നാഷ് പാർക്കിംഗ് സ്പേസിലേക്ക് പോവാണ്. യെസ്, ഇവിടെയും ഫുൾ. വട്ട് പിറ്റി നാഷ്. അല്ല, ഇവിടെ പാർക്ക് ചെയ്യാം. സെക്യൂരിറ്റി എണ്ണം പറഞ്ഞു ഇങ്ക പാർക്ക് ചെയ്യാൻ മുടിയും. അപ്പൊ നമ്മള് പാർക്ക് ചെയ്യാൻ വേണ്ടി പൊടിയാൻ വേണ്ടി നോക്കണം. ഓക്കെ, ഇറങ്ങൂ നാഷ്. ഇറങ്ങണ്ട, വണ്ടി എന്താ ചെയ്യാ മൂഡ് പൊള്ളി മൂട്ട്. നാഷ് ഫ്രീബേസ് വെച്ച് നിൽക്കുന്നു. എന്താ ചെയ്യാ, അഗ്രഗണ്യം തന്നെ നാഷ്. ഗായ്സ്, ലിറ്ററലി ഫെഡ് അപ്പ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് സ്കാൽപേസിന്റെ പറഞ്ഞ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. അഫോർഡബിൾ ആയിട്ട് തോന്നി. ഒരു 300 റുപ്പീസിന്റെ അടുത്ത് തോന്നിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കാർഡൊക്കെ ഭയങ്കര മോശമായി പോയി. എന്താ ചെയ്യാ നാഷ്? പറയണ്ട, ഒന്നും പറയാനല്ലേ. ലിറ്ററലി ഫെഡപ്പ് ഗൈസ്. എന്താ പറയാ, ഇങ്ങനത്തെ ഒരു മൂഞ്ചിക്കല് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചില്ല. കാരണം 100-300 രൂപ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഹോട്ട് വീൽസിന്റെ കാർഡ് വാങ്ങിച്ചത്. കാരണം ലൈക്ക് നമുക്ക് കിട്ടാനില്ലാത്ത മോഡൽ ആയതുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചത്. പക്ഷെ അതിന് ഇത്രയും നല്ലൊരു ഒട്ടി തരുന്ന ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഇവിടുത്തെ നാഷണൽ പൊളിഞ്ഞിട്ടിരിക്കുക. എന്തിനാ പറയാനുള്ളത്? ഒന്നും പറയാനല്ലേ. ആ മഴയത്ത് കാർഡ് വെച്ച് നനച്ചിട്ട് വന്നിക്ക. അത് നമുക്ക് ഡെലിവറി ചെയ്ത പയ്യൻ അവൻ പറഞ്ഞ ഒന്നും ചെയ്യാനില്ല ബ്രോ, ഇങ്ങനെ ഓട്ടോയിൽ വെച്ചപ്പോ ഇതിൽ വെച്ചപ്പോ ഇങ്ങനെ എന്ത് പറയാ, നമുക്ക് പൈസ കൊടുത്തു പോയി. ഇനി അവനക്ക് തിരിച്ചു കൊടുത്താലും നമുക്ക് കിട്ടാനില്ലടാ. R34 ഇതൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് മാത്രം എടുത്ത കാർഡാ. നമുക്ക് ഒന്നാമത് സ്കാൽപ്പിങ് താല്പര്യമില്ലാതെ പറയാറ്. പക്ഷെ എന്തിനാ പറയാ, നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് ഒരു 10-300 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്ത പരിപാടിക്ക് ഇമാതിരി മൂഞ്ചിക്കൽ കിട്ടുമെന്ന് വിചാരിച്ചേ ഇല്ല. സോ ഗൈസ്, ലിറ്ററലി വി ആർ ഫെഡ് അപ്പ്. നമ്മൾ ഇനി എന്തിട്ട് ചെയ്യാൻ ശേഷം എന്താ ഹൈലൈറ്റ് പോയി തണ്ടാൻ വല്ലതും ഉണ്ടോ നോക്കാം. ഞങ്ങൾ ഹൈലൈറ്റിലും കൂടി പോവാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അവിടെ നോക്കാം. അപ്പൊ വരൂ ഗൈസ്, നമുക്ക് പോയി നോക്കാം. ഹൈലൈറ്റ് മാൾ തൃശ്ശൂർ. ഇനി ഇവിടെ എന്തെങ്കിലും കിട്ടിയാൽ മതി. വന്നിട്ട് ഇനി സ്കാൽപേസ് ആണ് ഗൈസ്. നമ്മൾ സ്കാൽപേസിന്റെ ഒരെണ്ണം എടുക്കാൻ പോയി നമുക്ക് R34 കിട്ടാല്ലേ. നിങ്ങൾക്ക് വിചാരിക്കും നമ്മളെന്താ സ്കാൽപേസിന്റെ അടുത്ത് പോയി. R34 കിട്ടാല്ലേ. ഈവൻ ബോക്സ് എടുത്തെങ്കിൽ പോലും എനിക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതായത് ഈവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ എടുക്കുമ്പോ തന്നെ അവന്മാരെ പീസസ് ഒക്കെ മാറ്റി വെച്ച് നമ്മുടെ ബോക്സിൽ നിന്ന് നമ്മുടെ ബോക്സിൽ നിന്ന് തന്നെ അവന്മാരെടുത്ത് മാറ്റി. ഇപ്പൊ ഇനി ഞങ്ങളുടെ ഇവിടെ ഹൈലൈറ്റ് പോയി നോക്കാണ്. ഇന്നിപ്പോ വെൻസ്ഡേ ആയതുകൊണ്ട് അധികം ശല്യം ഉണ്ടാവില്ല നിൽക്കുന്നു. കാരണം ഉച്ചക്കൊക്കെയാണ് ഇവന്മാരെ വെക്കുക. ഇവിടെയും കള്ളന്മാരൊക്കെ തന്നെയാണ്. നമുക്ക് പോയി നോക്കാം. അല്ല പോവുകയാണ്. കടന്നു. Yeah guys, again we screwed up. ഇത് കഴിഞ്ഞ വീക്ക് റീസ്റ്റോക്ക് ചെയ്ത അതിനെ കിടക്കുന്നത് അത് കഴിഞ്ഞ റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല. ബട്ട് നമുക്ക് വേണ്ട സാധനം സ്പൈഡർ മൊബൈല്. വീണ്ടും അഗൈൻ വി ഗോട്ട് എ സ്പൈഡർ മൊബൈൽ. വേണമെങ്കിൽ നോക്കിട്ടെടുക്കാം. ഇത് നോക്കിട്ടെടുക്കാം. നൈസ് ആയിട്ടുണ്ട്. സ്പൈഡർമാന്റെ ഷോപ്പ് സ്റ്റോക്കല്ലേ? അതന്നെ സെയിം സ്റ്റോക്ക്. അത് കഴിഞ്ഞ് അന്ന് വന്നപ്പോ തന്നെ ഒരു 1-2 പേര് വന്നിട്ടൊരു അങ്ങനത്തെ ഒരു കാട്ടില് ഫുൾ എടുത്തിട്ട് മെയിൻ ലൈൻ എല്ലാം മാറ്റിട്ട് കൊണ്ടുപോയതോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോ അഗൈൻ ഹൈലൈറ്റിൽ സ്കാൽപേഴ്സ് വന്ന് നമ്മൾ മുഞ്ചിരിക്കുന്നു. ഒക്കെ ഫാൻസിന്. പക്ഷെ ഒരെണ്ണം നല്ല കിട്ടി. ഇത് ഫാൻസി ആണ്. നമുക്ക് നല്ലൊരു 5 പാക്ക് കിട്ടി. എനിക്ക് നോക്കി ഈ കാണുന്ന സെറ്റാണ് HW ടോർക്ക്. ഇതിൽ വരുന്ന നൈസ് കാറാണ്. ഒരു നമ്മുടെ പോണ്ടിയാക്കിന്റെ ഫയർബേർഡ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡോഡ് ചാർജർ ഉണ്ട്. പിന്നെ ടൊറന്റോ സ്പോർട്ട് നൈസ് സെറ്റ് ആണ്. പിന്നെ അതുപോലെ നമുക്കൊരു സ്പൈഡർ മൊബൈലും കിട്ടി. നാഷണൽ റേറ്റിന് ശേഷം സഫാരി സെറ്റിൽ ഒരു കിഡ് ഹറിക്കാനും ഒരു ജീപ്പ് ശരിയായിട്ട്
ഓക്കെ ഫുൾ ക്ലാസ്സിലേക്ക് അപ്പൊ 3 5 പാക്കറ്റ് അത്യാവശ്യം നൈസാണ്. അപ്പൊ ഇപ്പൊ ഹൈലൈറ്റില് നല്ല ഓഫേഴ്സ് ഉണ്ട്, ഒന്ന് നോക്കാം. ബാർബി നാഷണൽ ബാർബി വീണ്ടും അട്രാക്ട് ചെയ്യുന്നു. പിന്നെ ഇവിടെ നോക്കാൻ RMGന്റെ നൈസ് കാസ്റ്റിങ്സ് ഉണ്ട്. നൈസ് മെക്ലാറിന്റെ ഒരു കിടിലൻ കാറ്, പിന്നെ പറഞ്ഞ മെക്ലാറിന്റെ പിന്നെയും കാറ്. സോ നൈസാണ് RMG കളക്ഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കുറേ ഉണ്ട് RMCയുടെ, കുറേ ഇല്ല, 2 കണ്ടു. പിന്നെ ഇതാ പിന്നെ ഇവിടെ വരുമ്പോ പിന്നെ അവിടെ യൂണോന്റെ കളക്ഷൻസ് ആണ്. പിന്നെ ഇവിടെ ഇതൊരു നൈസ് ഫുഡാണ്, ഫ്രൂട്ട്സ് കണ്ടു, ഫ്രൂട്ട്സ് എല്ലാം റെഡ് ടൈപ്പിലേ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് 500 രൂപ. 500. എന്റെ ചെരുപ്പ് ചെളി പിടിച്ചു ഗൈസ്. എന്റെ പട്ടി സാർ ഉള്ളതുകൊണ്ട് എന്റെ ചെരുപ്പുകളൊന്നും മര്യാദയ്ക്ക് വീട്ടിലിരിക്കുന്നില്ല. അപ്പോ വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് എന്റെ കാട്ടുമുച്ചിലൊന്നും കിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകും. ഇതെന്റെ കാലിന് ഭംഗി ഉണ്ടാവില്ലയോ, ഒരു പാള പോലെയാ. കൺഫ്യൂഷൻ ഇല്ലാത്തൊരു സ്ഥലമുള്ളൂ ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. ഇവിടെ എനിക്ക് വേണ്ട സാധനം ഞാൻ ഇവിടെ നോട്ട് വെച്ചിട്ടുണ്ട്, ഇപ്പൊ കാണിച്ചു തരാം എനിക്ക് വേണ്ട സാധനം വരാണ്. സോ ഗൈസ് ഐ ആം ജസ്റ്റ് കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇതിൽ അഡിക്റ്റഡ് ആണ് ഗൈസ്, ഈ സാധനത്തിൽ ഞാൻ അഡിക്റ്റഡ് ആണ്. അയ്യോ നാഷ് ഞാൻ എന്നിട്ടാണ് സർട്ടിഫൈഡ് കണ്ണാപ്പി ഇപ്പൊ സാധനം എടുക്കും. പറയണ്ട, ഒന്നും പറയാനില്ല. സോ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ഷോപ്പിംഗ്. ഞങ്ങൾ എപ്പോ ഒന്നും എടുക്കുന്ന സാധനം ഇതാണ്. മൂഡ് എന്താണ് നാഷ് സോർബെ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. ഞാൻ ലാക്ടോസ് ഇൻടോളറന്റ് ആയ കാരണം എനിക്ക് അതേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നുറക്കം പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാക്കും. ലാക്ടോസ് ഇൻടോളറന്റ് ആയ കാരണം സോർബേസ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതായത് പാലില്ലാത്ത ഐസ്ക്രീം, അതായത് പ്യുവർ പൾപ്പൊണ്ട് ഉണ്ടാക്കിയ സാധനം, അതായത് ഇങ്ങനത്തെ സാധനം. ഈ സാധനം ബൊമ്മാളെ ഇതൊക്കെ കഴിച്ച ആശ തീർക്കല്ല. ബീഫ് ഫ്രൈ നോക്കൂ, 10 പൈസ. അപ്പൊ നമ്മൾ ഇവിടെ നിന്നപ്പോ ലുലുല് ഫുഡുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നൈസ് സെറ്റ്. ഇപ്പൊ ഇവിടെ എന്തിനാ കടായി ചിക്കൻ, പെപ്പർ ചിക്കൻ, മലായി ടിക്ക, ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്നാ കാര്യം? പ്രത്യേകിച്ച് കാര്യമില്ല നമ്മൾ. പിന്നെ തലശ്ശേരി ബിരിയാണി, ഏറ്റവും കൂടുതൽ ഡൂപ്പറാണ് സാധനം തലശ്ശേരി ബിരിയാണി. പിന്നെ ഗീ റൈസ്, അത് പിന്നെ എന്തും ഗീ റൈസ് തന്നെയാണോ? കാരണം ബിരിയാണി പറയുമ്പോ എനിക്ക് ബിരിയാണി ലോങ് റൈസ് ഇഷ്ടം. നിനക്കോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല, ടേസ്റ്റ് തന്നെ കഴിക്കും, എന്തും പോകും. പിന്നെ ഇവിടെ നോക്കുമ്പോ ബീഫ് റോസ്റ്റ് കാര്യങ്ങളൊക്കെ നൈറ്റ് പരിപാടിയുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് നൈറ്റ് സ്കൂട്ടാവോ കിറ്റിനുണ്ട്. അപ്പോടെ നോക്കിക്കോ. ഓ ഗായ്സ് കിറ്റി, നാഷണൽ കിറ്റി കിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ് നാഷണൽ. സോ നമുക്ക് ബാക്കി നോക്കാം. ചോക്ലേറ്റ് ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് മാൾ തണ്ടൽ കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല അല്ലേ? നമ്മുടെ സ്പൈഡർമാന്റെ ഹോട്ട് വീൽ ഒരു സ്പൈഡർമാൻ എടുത്തോളൂ, മറ്റേ എടുത്തില്ല. കാരണം ഞാൻ ലൈക്ക് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോ പിന്നെ വേണ്ട എന്ന് വിചാരിച്ചു. ചെറിയൊരു ഫീലിംഗ് വന്നോടുകൂടി നമ്മളൊന്നും ഒഴിവാക്കി വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ കാർ അവിടെ പാർക്ക് ഞങ്ങൾ മറന്നുപോയി. അപ്പോ ഓക്കെ ഗൈസ്.